രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഇതിന്റെ ഭാഗമായി 2000 രൂപ വീതം 3 ഗഡുവായാണ് പ്രതിവർഷം ലഭിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ കിട്ടുന്നവർക്കും സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർക്കും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ രജിസ്റ്റർ ചെയ്താലേ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ID ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ID പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിനാൽ എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ടതുമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. PM കിസാന്റെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. ഈ തുക തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്ക് വരുന്നതുമായിരിക്കും. അടുത്ത ഗഡു ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അടുത്ത ഗഡു വിതരണ സമയത്ത് കർഷക രജിസ്ട്രിയിൽ അംഗത്വം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികളും കൂടാതെ കാർഷിക വായ്പ വേണമെങ്കിലും ഈ കർഷക രജിസ്ട്രി ID ആവശ്യമായി വരുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ലഭിക്കുന്നതിനും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൃഷിഭവൻ മുഖാന്തരമാണ് ഇത് നടപ്പിലാക്കുന്നത്. അറിയിപ്പുകൾ കിട്ടുന്നതനുസരിച്ച് കൃഷിഭവനിൽ ചെന്ന് ഇത് പൂർത്തീകരിക്കേണ്ടതാണ്. കർഷകർ നേരിട്ടെത്തി തന്നെ ഈ നടപടി പൂർത്തീകരിക്കണം. കരമടച്ച സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് ഇത് ചെയ്യാൻ ആവശ്യമായ രേഖകൾ. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തീർച്ചയായും ആവശ്യമാണ്. OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആവശ്യമാണ്. നേരത്തെ ഈ പ്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ കിട്ടാത്തവർ ആയിട്ടുള്ള കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടതാണ്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ കതിർ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കതിർ രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നടന്നിരുന്നത്. രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഇതുപ്രകാരം പ്രതിവർഷം 6000 രൂപ വീതമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം നടപടികൾ ചെയ്യുക. കൃഷിഭവൻ അറിയിക്കുന്നത് പ്രകാരം കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തി തന്നെ ഇവ പൂർത്തീകരിക്കേണ്ടതാണ്. കൃഷിഭവൻ നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള രേഖകളും മറ്റും കർഷകർ കൊണ്ടുപോകേണ്ടതുമാണ്. കർഷക രജിസ്ട്രിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇവ ചെയ്യുക.